ഗീതയുടെ സംക്ഷിപ്ത രൂപമാണ് 2-ാം അധ്യായമെന്ന് ഇതിന്റെ മുഖവുരയിൽ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നീട് വിസ്തരിച്ച് പ്രതിപാദിക്കാൻ പോകുന്ന കർമ്മയോഗത്തെ ഈ ശ്ലോകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ഭക്തിയോഗത്തിന്റെ സംക്ഷിപ്ത നിരൂപണവും ഈ അധ്യായത്തിൽ തന്നെ ഇനി നമുക്ക് കാണാം. പരമലക്ഷ്യമായ ആധ്യാത്മിക സമ്പൂർണത നേടാനുള്ള ഉപായമെന്തെന്ന് ആദ്യമായി കൃഷ്ണൻ വെട്ടിത്തുറന്ന് പ്രഖ്യാപിക്കുന്നു. ഈ ശ്ലോകത്തിൽ ഇതിനാൽ അതിലെ ആശയത്തെ വളരെ സൂക്ഷ്മതയോടെ ഗ്രഹിക്കേണ്ടതുണ്ട്. സുഖദുഃഖങ്ങൾ, ലാഭാലാഭങ്ങൾ, ജയാജയങ്ങൾ എന്നിങ്ങനെ വെവ്വേറെ എടുത്തു പറഞ്ഞ ദ്വന്ദ്വങ്ങൾ നമ്മുടെ 3 ഭിന്ന തലങ്ങളിലെ അനുഭവങ്ങളാണ്. ബുദ്ധിതലത്തിൽ ഉണ്ടാവുന്ന അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങളത്രേ സുഖദുഃഖങ്ങൾ. മനസ്സിനിഷ്ടപ്പെട്ടത് വന്നു ചേരുമ്പോൾ ലാഭമായും വിട്ടുപിരിയുമ്പോൾ നഷ്ടമായും തോന്നും. മനസ്സ് തലത്തിലെ കണക്കുകൂട്ടലുകളാണ് ലാഭാലാഭങ്ങൾ എന്നർത്ഥം. പ്രവർത്തനം സഫലമാവുമ്പോൾ വിജയമായും വിഫലമാകുമ്പോൾ പരാജയമായും അനുഭവപ്പെടും. ശരീരതലത്തിലെ വിലയിരുത്തലുകളാണ് ജയാജയങ്ങൾ. ശരീര മനോബുദ്ധി തലങ്ങളിൽ ഉണ്ടാവുന്ന അനുകൂലങ്ങളും പ്രതികൂലങ്ങളുമായ സർവ അനുഭവങ്ങളിലും സമനില തെറ്റാതെ ജീവിക്കാൻ പഠിക്കണമെന്നാണ് ഇവിടെ കൃഷ്ണൻ നൽകുന്ന ഉപദേശം. അലകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന കടലിറങ്ങി കുളിക്കാൻ ഒരു പരിശീലനം നേടേണ്ടതുണ്ട്. ആ പരിശീലനം നേടിയവന് കടലിലെ കുളി ഒരു രസമാണ്. അല്ലാത്തവനെ ആഞ്ഞടിക്കുന്ന അലകൾ വല്ലാതെ അലട്ടിക്കളയും. തട്ടി വീഴ്ത്തി ഉള്ളോട്ട് വലിച്ചു കൊണ്ടുപോയി മുക്കിക്കൊന്നും വരാം. ഉഗ്രൻ തിരകൾ വരുമ്പോൾ അവയ്ക്കടിയിൽ ഊളിയിട്ടും ചെറുതിരകളാണെങ്കിൽ അവയ്ക്ക് മീതെ പൊങ്ങിക്കിടന്നും ആപത്തു കൂടാതെ കടലിൽ കുളിക്കാൻ വശമുള്ളവർക്ക് മാത്രമേ ആ കുളി ആനന്ദകരമാകൂ. തിരകൾ അടങ്ങട്ടെ എന്നിട്ട് കുളിക്കാമെന്നോ അല്ലെങ്കിൽ കടലിൽ ഇറങ്ങിയാൽ തിരകൾ തന്നെ ശല്യപ്പെടുത്തരുതെന്നോ ആശിക്കുന്നത് വിഡ്ഢിത്തമാണ്. കുളിക്കുന്നവന്റെ സൗകര്യത്തിന് വേണ്ടി കടൽ അതിന്റെ സ്വഭാവം മാറ്റണം എന്ന് പറയുന്നത് വിവേകത്തിന്റെ ലക്ഷണമല്ലല്ലോ. മൂഢനായ മനുഷ്യന്റെ നില നോക്കുക. അല്ലലൊന്നുമില്ലാത്ത ഒരു ജീവിതത്തെയാണ് മനുഷ്യൻ കാക്ഷിക്കുന്നത്. ജീവിതമാകട്ടെ അല്ലൽ നിറഞ്ഞതാണ് താനും. ജീവിതക്കടലിൽ സുഖദുഃഖങ്ങളുടെയും ലാഭാലാഭങ്ങളുടെയും ജയാജയങ്ങളുടെയും രൂപത്തിൽ തിരകൾ നിരന്തരം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ജീവിതം നിശ്ചലമായി പോവും. അത് മരണത്തിന് തുല്യമാണല്ലോ. അലകടൽ പോലെ ഇരമ്പിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ജീവിതമെങ്കിൽ അതങ്ങനെ ആവാതെ വയ്യ എങ്കിൽ ജീവിതക്കടലിൽ ഇറങ്ങിയ നാം ഇതിലെ വേലിയേറ്റത്തിലും വേലിയിറക്കത്തിലും ആപത്ത് കൂടാതെ ജീവിക്കാൻ പഠിക്കുകയാണല്ലോ വേണ്ടത്. വെല്ലുവിളികൾ കടിമപ്പെട്ടു പോകുന്നവൻ അലകളിൽ കുടുങ്ങിയ പൊങ്ങുതടി പോലെ ജലവിധാനത്തിനനുസരിച്ച് പൊങ്ങിയും താണും വിഷമിച്ചുകൊണ്ടിരിക്കും. ദീപസ്തംഭത്തെ നോക്കുക. അടിത്തട്ടിൽ ഉറപ്പിച്ച അസ്ഥിവാരത്തിൽ ഉറച്ചു നിൽക്കുന്ന ആ സ്തംഭത്തിൽ ആഞ്ഞടിക്കുന്ന അലകൾ സ്വയം തകരുകയല്ലാതെ അതിനെ അല്പം പോലും ചലിപ്പിക്കാൻ സമർത്ഥങ്ങളാവുന്നില്ല. അർജുന, നീ ഒരു പൊങ്ങുതടി പോലെ ആവരുത്, ദീപസ്തംഭത്തെ പോലെ ആവണം. കർമ്മനിരതരായ സാധാരണക്കാർക്ക് സംഭവിക്കുന്ന മനഃചാഞ്ചല്യം നിന്നെ ബാധിക്കാതിരിക്കട്ടെ. എന്ത് സംഭവിച്ചാലും സമനില തെറ്റാതെ ജീവിത യോധനത്തിൽ ഏർപ്പെടുക. ശരി ശരി മിനി ചേച്ചി, എന്നാല് ചുമ വരുന്നെങ്കിൽ സാരമില്ല. ശരി, അവള് മഹത് കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം മനുഷ്യർക്ക് കിട്ടുന്നത് മനസ്സിന് സാമ്യാവസ്ഥ കൈവരുമ്പോഴാണ്. എളിയ കർമ്മത്തെ പോലും അതിമഹത്താവുക. ഓക്കെ, ഇത് മതി മിനി ചേച്ചി. ഇത് നമ്മൾ ഈ സുഖത്തെയും ദുഃഖത്തെയും ലാഭത്തെയും ജയത്തെയും ലാഭത്തെയും നഷ്ടത്തെയും ജയത്തെയും പരാജയത്തെയും തോൽവിയെയും ഒരേ മാതിരി കരുതിയിട്ട് പോരിനിറങ്ങുക. ഇപ്രകാരമായി നിന്നെ പാമ്പുണ്ടില്ല. അപ്പം 3 ദ്വന്ദ്ങ്ങൾ അവിടെ വരുന്നത്. സുഖദുഃഖം, ലാഭ നഷ്ടം, ജയം പരാജയം. ഈ 3 ദ്വന്ദ്ങ്ങൾ ഇവിടെ പറയുക. ഈ മൂന്ന് ദ്വന്ദ്ത്തിനെ ഒരേ മാതിരി കരുതിയിട്ട്
പോരിനിറങ്ങുക എന്ന് അർജുനോട് പറയുന്നു. ഇപ്രകാരമായാൽ നിന്നെ പാപം തീണ്ടില്ല. അപ്പം നമ്മൾ കർമ്മഫലം പാപം തീണ്ടില്ല, നമ്മൾ കർമ്മഫലം കൂട്ടത്തില്ല. നമ്മുടെ ഇതെന്തുവാ? കർമ്മഫലം നമ്മൾ ഈ ജനിച്ചേക്കുന്ന കർമ്മഫലമായിട്ടാ. അപ്പൊ ഈ കർമ്മഫലത്തിനെ കുറയ്ക്കണം, കൂട്ടരുത്. അപ്പൊ ഈ ഉള്ള കർമ്മഫലം തീരുകയും ചെയ്യണം, പുതിയതായിട്ട് ഉണ്ടാവുകയും ചെയ്യരുത്. അതാ പാപം തീണ്ടില്ല വെച്ചാൽ പുതിയതായിട്ട് കർമ്മഫലം ഉണ്ടാവത്തില്ല. ഈ മൂന്ന് ദ്വന്ദ്ങ്ങളും നമ്മുടെ ശരീരം, മനസ്സ്, ബുദ്ധി, ഈ മൂന്ന് തലത്തിലാണ് ഇതിന്റെ എഫക്റ്റ് വരുന്നത്. മനസ്സിലെ ബുദ്ധിക്ക് സുഖം ദുഃഖം, മനസ്സിന് ലാഭനഷ്ടം, ശരീരത്തിന് വിജയവും പരാജയവും. ഈ മൂന്ന് തലത്തിലാണ് നമ്മൾ ജീവിതത്തിൽ ഏത് കാര്യങ്ങളായിക്കോട്ടെ, ഈ ഒരു മൂന്ന് തലത്തിലാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ശരീരത്തിന്റെ തലത്തില്, ഒന്ന് മനസ്സിന്റെ തലത്തില്, ഒന്ന് ബുദ്ധിയുടെ തലത്തില്. നമുക്ക് നമ്മുടെ ഏത് അനുഭവങ്ങൾ വരുന്നതും ഈ മൂന്ന് തലത്തിലാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ ഈ മൂന്ന് ദ്വന്ദ്ങ്ങളെ പറഞ്ഞേക്കുന്നത്: സുഖദുഃഖങ്ങൾ, ലാഭാലാഭങ്ങൾ, ജയാജയങ്ങൾ. അപ്പോ ഈ ഏതനുഭവം ആയിക്കോട്ടെ, ഈ മൂന്ന് തലം, ശരീരത്തിന്റെ തലം, മനസ്സിന്റെ തലം, ബുദ്ധിയുടെ തലം, അപ്പൊ ഇതിനെ നമ്മൾ അതിജീവിച്ചാൽ, ഈ അനുഭവങ്ങളെ നമ്മൾ ഇപ്പൊ സുഖം വരുമ്പോൾ അങ്ങ് മതിമറന്ന് സുഖിക്കുക, ദുഃഖം വരുമ്പോൾ മതിമറന്നല്ല, അതിനങ്ങ് ആണ്ടുപോവുക, ദുഃഖത്തിലങ്ങ് ആണ്ടുപോകുന്നു. ഇതേപോലെ ലാഭം നഷ്ടം, ജയം പരാജയം, ഇതിലെല്ലാം നമ്മള് ഉയർന്നും താഴ്ന്നു. സുഖം വരുമ്പോൾ നമ്മുടെ മനസ്സ് എലിവേറ്റ് ആവും, ദുഃഖം വരുമ്പോഴോ മനസ്സങ്ങ് ഡൗൺ ആവും. ഈ മൂന്ന് തോന്നത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ പ്രാർത്ഥന എന്തുവാ? ദൈവമേ, അരുതാത്തൊന്നും സംഭവിക്കരുത്, നല്ലതേ നടക്കാവൂ ജീവിതത്തിൽ. പക്ഷേ അടുത്ത പാരഗ്രാഫ് നോക്കി, ഒരു കടലിന്റെ ഈ കാര്യം വരുമ്പോൾ, കടലിൽ നിന്ന് കുളിക്കണം എന്നുണ്ടെങ്കിൽ കടലിൽ ശാന്തമായിട്ട് കുളിക്കാൻ പറ്റുമോ? ഒക്കത്തില്ല, ഒരു കാലത്തും അത്. പക്ഷെ എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും. കാരണം നമ്മൾ എല്ലാവരും മനുഷ്യരായിട്ട് പിറന്ന എല്ലാവരും കർമ്മഫലം അനുഭവിക്കാനാ. ഈ കർമ്മഫലം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയില്ല: നല്ലതും ചീത്തയും, സുഖദുഃഖങ്ങള്, ഈ ദ്വന്ദ്ങ്ങളിലായിട്ടാ വരുന്നത്. പ്ലസ് മൈനസ്, നല്ലതും ചീത്തയും വരും. അപ്പം എനിക്ക് ചീത്തയൊന്നും വരരുത്, നല്ലതേ വരാവൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ നോക്കും? ഇതിനൊരു എക്സാമ്പിൾ പറയാം, കടലിൽ കുളിക്കുന്ന പോലെ. തിരമാലകളുള്ളപ്പോൾ നമുക്ക് അതിൽ പ്രാക്ടീസ് ഇല്ലാത്തവർ കുളിച്ചാൽ എന്തിരിക്കും? നമ്മൾ അതിനകത്ത് അടിച്ചുപോയി ഉള്ളിപ്പോയി മരിച്ചു പോകും. അപ്പം ഈ കടലിൽ കുളിക്കാൻ പ്രത്യേക ഒരു പ്രാക്ടീസ് വേണം. കടലോരത്ത് താമസിക്കുന്ന കുട്ടികളുമൊക്കെ, അവരൊക്കെ ഡെയിലി അതുമായിട്ട് ചെന്നിട്ട് അവർ വളരെയായിട്ട് കുത്തിമറിയും. ദൂരെ നിന്ന് വരുന്നവരോ അകത്തോട്ട് പോകാൻ പേടിയാണ് നമുക്ക്. കാരണം നീന്തൽ അറിയാമെങ്കിൽ കൂടിയും ഈ കടലിൽ കുളിച്ചുള്ള പരിശീലനം കാണത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പരിശീലനം ഇല്ലാത്തവരെന്ത് കുളിക്കാൻ പോയെന്ന് പറയും, അടിച്ചു പോകും. അങ്ങനെ എത്രയോ പേര് മരണങ്ങൾ സംഭവിക്കുന്നു. ഇതുപോലാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ജീവിതത്തിൽ നല്ലതും വരും ചീത്തയും വരും. ഇതിനെ നമ്മൾ സ്വസ്ഥമായിട്ട് അനുഭവിക്കാൻ, ദുഃഖം വരുമ്പോൾ അങ്ങ് താഴ്ന്ന് വേറെ വഴിയില്ല, എനിക്ക് ഇനി ഒക്കത്തില്ല ജീവിതം, അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോകും ചിലപ്പോൾ. സുഖം വരുമ്പോഴോ അങ്ങ് നമ്മൾ അഹന്തയുടെ, നമ്മുടെ സന്തോഷത്തിന്റെ ആധിക്യത്തിൽ പോകും. അപ്പം ഒന്നീം മേപ്പോട്ട് പോകും, അല്ലെങ്കിൽ താപ്പോട്ട് വരും. അപ്പൊ ഇതിനൊന്നൊരു ബാലൻസ് ഇല്ല. ഇതിനെ ബാലൻസ് ചെയ്യാൻ പ്രാക്ടീസ് വേണം, പരിശീലനം വേണം, ഇല്ല കടലിൽ കുളിക്കുന്ന പോലെ. അപ്പം ഇതാണ് കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്: സുഖത്തെയും ദുഃഖത്തെയും, ലാഭത്തെയും നഷ്ടത്തെയും, ജയത്തെയും തോൽവിയെയും ഒരേ മാതിരി കരുതിയിട്ട് പോരിനിറങ്ങുക. ഇത് വെച്ചാല് നമുക്കെങ്ങനെയാ സുഖവും ദുഃഖവും നമുക്ക് എങ്ങനെ കാണാൻ പറ്റും ഒരേപോലെ? സുഖത്തിനെയും ദുഃഖത്തിനെയും നമുക്ക് എങ്ങനെ ഒരുപോലെ കാണാൻ പറ്റും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് നമ്മൾ ഇതിനെ സുഖത്തിനെ ഒരുപോലെ കാണുന്നേ? ഒരു ദുഃഖം വരുന്നു, ഒരു സുഖവും വരുന്നു, ഇതിനെ നമ്മൾ എങ്ങനെ താരതമ്യപ്പെടുത്തുന്നേ? വേറൊരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സമദുഃഖം, ദുഃഖസുഖം സമമായിരിക്കണം, ദുഃഖവും സുഖവും. വേറെ ശ്ലോകത്തിൽ വരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ സമമാക്കുന്നേ? അല്ലെങ്കിൽ ഇതെങ്ങനെ സുഖത്തിനെയും ഇതിനെയും ഒരേപോലെ കാണുന്നു? അല്ലെങ്കിൽ അതിനെ വേറൊരു ശ്ലോകത്തിൽ സമദുഃഖം എന്ന് പറയും. ദുഃഖവും സുഖവും സമത്തിൽ കൊണ്ടുപോകണം. ഇത് എങ്ങനെ സാധിക്കാൻ പറ്റും? നമ്മുടെ ജീവിതത്തിലെ ഒരു 50 സുഖവും ഓരോ ദിവസവും, ഞാനൊരു 50 സുഖമുണ്ട്, എനിക്കൊരു 50 ദുഃഖമുണ്ട്, ഞാൻ ഇതിനെ ബാലൻസ് ചെയ്തു പോകും. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ബാലൻസിങ്, ഒരേപോലെ കാണുന്നേ.
ഒരുപോലെ കാണുന്ന എങ്ങനെയാ വിചാരിക്കും നമ്മൾക്ക് ഇത് എങ്ങനെ ഇതിനെ ഒരുപോലെ കാണാൻ പറ്റും? എൻ്റെ ദുഃഖത്തിന് എനിക്കൊരു ദുഃഖാനുഭവം ഉണ്ടാവുന്നു, എനിക്കൊരു സുഖാനുഭവം ഉണ്ടാകുന്നു. ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കുമ്പോൾ സുഖമുണ്ടാവുന്നു. ഞാൻ വിചാരിക്കുന്നതിന് ഓപ്പോസിറ്റായിട്ട് കാര്യം നടന്നു കഴിഞ്ഞാലോ എനിക്ക് ദുഃഖം ഉണ്ടാവും. ഇതിനെ നമ്മൾ എങ്ങനെയാ ഈ താരതമ്യപ്പെടുത്തുന്നത്, ഒരുപോലെ ആക്കുന്നത് എങ്ങനെയാ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സുഖം വരുമ്പം സന്തോഷിക്കാനും ദുഃഖം വരുമ്പം ദുഃഖിക്കുകയും വേണ്ട, അങ്ങനെ സുഖം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ട, ദുഃഖം വരുമ്പോൾ ദുഃഖിക്കുകയും വേണ്ട. പക്ഷെ നമുക്കിത് ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ ദുഃഖിക്കുന്നില്ലേ? നമ്മൾ ചിന്തിക്കണം, ദുഃഖം വരുമ്പോ വിചാരിക്കണം ഇത് തൽക്കാലത്തേക്കാണ്, ഇനി ഇത് മാറും, പെർമനന്റ് അല്ല എന്ന്, ഇതൊരു സ്ഥിരമായിട്ടുള്ള ഇതല്ല, മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ്. സുഖവും ദുഃഖവും മാറി മാറി വരും. ദുഃഖം വരുമ്പോ അത് ഫേസ് ചെയ്യണം. ഇനി ഇത് എപ്പോഴും ദുഃഖമായിട്ടിരിക്കാൻ പോകുന്നില്ല, ഇത് നമ്മൾ മാറും, സുഖം വരും എന്നുള്ളൊരു, സുഖം വരുമ്പോഴും ഇതുപോലെ തന്നെ ചിന്തിക്കണം. സുഖം ഇത് സ്ഥിരമായിട്ട് നിൽക്കാൻ പോകുന്നതല്ല, ഈ സുഖം അടുത്ത വേറെ ഒരു താഴ്ച വരും. പിന്നെ പ്രതീക്ഷിച്ചോണ്ടിരിക്കുമ്പോ നമുക്ക് കൂടുതലായിട്ട് അഫക്റ്റഡ് ആവത്തില്ല. വേറെ ആർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? ലേഖ ചേച്ചിക്ക് എന്തോ പറയാനുണ്ട്? ചന്ദ്രലേഖയോ? ഞാന് അങ്ങനെ തന്നെ കൂടുതൽ സന്തോഷം വരുമ്പം അമിതമായിട്ട് സന്തോഷിക്കുകയും വിഷമം വരുമ്പം കൂടുതൽ സങ്കടപ്പെടാതെ ഇരുന്നാൽ നമുക്ക് ഈക്വൽ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. സന്തോഷം വരുമ്പോൾ ആ മൊമെന്റ് എൻജോയ് ചെയ്യുക, നാളെ ഒരു വിഷമം വരുമ്പം ആ മൊമെന്റ് അത് കടന്നു പോകുമെന്ന് ചിന്തിക്കുക. നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈക്വൽ ആയിട്ട് ഒരു സങ്കടം വന്നാൽ ദുഃഖം വരും, സന്തോഷം വരും എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ലൈഫിൽ സങ്കടങ്ങൾ വരും, അത് ഫേസ് ചെയ്യാൻ നമ്മളൊരു സുഖം വരുമ്പോ ഇത് പോകുന്നതാന്ന് പറഞ്ഞുകൊണ്ട് ഈ സുഖം ഇങ്ങനെ നിൽക്കുന്നതല്ല, ഇങ്ങനെ അല്ലെങ്കിൽ ദുഃഖം വരുമ്പോ ഈ ദുഃഖം മാറിയത് അങ്ങനെ ആയത് ഇതെങ്ങനെ എനിക്ക് കിട്ടുന്ന സുഖമായിട്ട് ഞാൻ എങ്ങനെ ബാലൻസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചത്. നമുക്ക് പറയുന്നു നമ്മൾ ഈ സുഖം നിൽക്കത്തില്ല, ദുഃഖം വരുമ്പോൾ ഈ ദുഃഖവും നിൽക്കത്തില്ല എന്ന് പറഞ്ഞാൽ അത് സമമാവൂ? ലതകുഞ്ഞുമയുണ്ടോ? എന്തോ? സുഖത്തെയും ദുഃഖത്തെയും ഒരേപോലെ എടുക്കാനുള്ള മെന്റാലിറ്റി ആയിരിക്കും വേണ്ടി. സുഖത്തെയും ദുഃഖത്തെയും ഒരേ കാഴ്ചപ്പാടിൽ കാണാനുള്ള ഒരു മെന്റാലിറ്റി. അതെ. പക്ഷെ എനിക്ക് സുഖം വരുന്ന സമയത്ത് സുഖം മാത്രമല്ലേ ഉള്ളൂ, ദുഃഖം ഇല്ലല്ലോ. അപ്പോഴേ ദുഃഖം വരുന്ന സമയത്ത് നമുക്ക് സുഖത്തിനെ കുറിച്ച് നമ്മൾ അറിയുന്നു, ദുഃഖത്തിനെ കുറിച്ച് മാത്രമേ അറിയുന്നുള്ളൂ. ഇതെങ്ങനെയാ? അമിതമായ ഒരു ഭയങ്കര സന്തോഷം വരുമ്പോ ഒരു വലിയ ദുഃഖം അതിന്റെ പുറകിൽ ഉണ്ടെന്ന് ചിന്തിച്ചോണ്ട് നിന്നാൽ ഇത് ഈക്വൽ ആയിട്ട് എടുക്കാൻ തോന്നുന്നു. കൂടുതൽ സന്തോഷം വന്നാൽ ലൈഫിൽ അതിന്റെ പുറകിൽ ഒരു വിഷമം ഉണ്ടാവും നമ്മൾ ചിന്തിക്കണം. അതേമാതിരി വലിയൊരു സങ്കടം വന്നാൽ അതിന്റെ പുറകിൽ ഇനി ഒരു സന്തോഷം വരാനുണ്ട് എന്ന് ചിന്തിച്ചാൽ ബാലൻസ് ആകും എന്ന് തോന്നുന്നു. അപ്പൊ അത് ഈക്വൽ ആവും. ഞാൻ അങ്ങനെ നമ്മളെ വിവേകത്തില് ചിന്തിച്ചു പോണമെന്നാണല്ലോ ഇത് പഠിപ്പിക്കുന്നത്. അതെ. സുഖം വരുമ്പോ എങ്ങനെ വിവേകത്തിൽ ചിന്തിക്കും? അത് മനുഷ്യന് അത് പെട്ടെന്ന് നമുക്കത് ഇങ്ങനെ പറ്റത്തില്ല എന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ അനുഭവങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിനെ പാകപ്പെടുത്തി എടുത്തി കൊണ്ടുവരാനേ പറ്റുള്ളൂ. അല്ലാതെ ബാലൻസ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. എന്തോ പറയാൻ വന്നേ? നല്ല മറ്റ് പുണ്യകർമ്മങ്ങളിലോട്ട് നമ്മൾ മനസ്സിനെ തിരിക്കുക, എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്യുക. ഈ ദുഃഖം വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ചോദിക്കുക? ദുഃഖം വരുന്ന സമയത്ത് നമ്മള് അതിന് ദുഃഖം വന്നു പോകും. അങ്ങനെയൊന്നും നമ്മള് വിചാരിക്കത്തില്ല, അത്രയൊന്നും നമ്മുടെ മനസ്സ് ആയില്ല. ദുഃഖം വരുമ്പോ ഈശ്വരനില് മനസ്സർപ്പിക്കുക, സുഖം വരുമ്പോഴും ഈശ്വരനെ മുമ്പിൽ കണ്ട് ജീവിക്കുക. അപ്പൊ നമ്മുടെ ഇതിനൊരു മെക്കാനിസം പറയുന്നുണ്ട്. ഈ ശ്ലോകത്തിൽ ഇതിനകത്ത് പറയുന്നില്ല, ഈ ചിന്മയാനന്ദ സ്വാമിയുടെ ഇതിൽ പറയുന്നില്ല. ഉദിച്ചതിന് സ്വാമി പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം.
നമ്മൾ ഈ സുഖത്തിനെയും ദുഃഖത്തിനെയും ബാലൻസിങ് ചെയ്യുന്നത്. ഒരു ഒരു ഇത് ഒരു മെക്കാനിസം ഉണ്ട്. ഈ സുഖം വരുമ്പോഴേ, അല്ലെങ്കിൽ ഒരു ദുഃഖം, ഏതെങ്കിലും അനുഭവം വരുന്നു, നമുക്ക് ഓക്കെ, നമുക്കൊരു ജോലി കിട്ടും, നമ്മൾ ഒത്തിരി പഠിച്ചെല്ലാം കഴിഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ പ്രിപ്പയർ ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് കഠിനാധ്വാനം ചെയ്ത് ഭയങ്കര ടെസ്റ്റുകളൊക്കെ എഴുതി ജോലി കിട്ടി. എനിക്ക് നല്ലൊരു സന്തോഷവും സുഖത്തിൻ്റെ ഒരു ആധിക്യവും അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുക, എന്തെങ്കിലും ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ഒന്നിനു വേണ്ടി എഫർട്ട് ഇടുക, അത് സാധിക്കാൻ വേണ്ടി, അതിൽ ഞാൻ പെട്ടെന്ന് പരാജയപ്പെടുക, എനിക്ക് ദുഃഖം വരും. അപ്പം നമുക്ക് ഓരോ അനുഭവങ്ങളും എനിക്ക് അപ്പോഴത്തെ അനുഭവമാണ്. ഞാൻ ആ അനുഭവത്തിനെ വേണം ഞാൻ ബാലൻസ് ചെയ്യേണ്ടത്. എന്തുമായിട്ട്? ദുഃഖമായിട്ട്. എനിക്ക് സുഖാനുഭവം വരുമ്പോൾ അവിടെ സുഖം മാത്രമേ ഉള്ളൂ, അവിടെ ദുഃഖത്തിനെ കുറിച്ച് ദുഃഖത്തിന്റെ ഒരു ഇത് വരുന്നില്ല. ഞാൻ സന്തോഷത്തിലിരിക്കുകയാണ്, അതിനെയും ഞാൻ ബാലൻസ് ചെയ്യണം. ദുഃഖം വരുമ്പോൾ എന്തുവാ? എൻ്റെ മനസ്സങ്ങ് ദുഃഖിച്ചിരിക്കുക, അപ്പൊ എനിക്ക് സുഖത്തിനെ കുറിച്ചുള്ള ചിന്തയില്ല. ദുഃഖത്തിനെ കുറിച്ച് എൻ്റെ മനസ്സ് ദുഃഖത്തിലോട്ട് താഴ്ന്നു പോവാ. ഓരോ സമയത്തും നമുക്ക് ഓരോ അനുഭവങ്ങൾ, ഇപ്പൊ സുഖം വരുന്നു, വിജയത്തിലാണല്ലോ സുഖം. അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ലാഭം കിട്ടുമ്പോൾ സുഖം, ജയിക്കുമ്പോൾ സുഖം. അതിന്റെ ഓപ്പോസിറ്റോ, നമുക്ക് ദുഃഖം വരുമ്പോൾ അത് നഷ്ടവും. ഇതെല്ലാം അപ്പൊ ഓരോ അനുഭവങ്ങളും അറ്റ് എ ടൈമിൽ ഒന്നേ വരത്തുള്ളൂ. നമ്മൾ അതിനെ ബാലൻസ് ചെയ്യണം. സുഖം വരുമ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യണം, ദുഃഖം വരുമ്പോൾ ബാലൻസ് ചെയ്യണം. അതിനൊരു മെക്കാനിസം വെച്ചാല്, നമ്മൾ ആ ഒരു പ്രവൃത്തിയിൽ, എനിക്ക് സുഖം വരുന്ന ഒരു പ്രവൃത്തി, അതിൽ സക്സസ് ആവുന്ന ഞാൻ, ആ സക്സസിനെ നമ്മൾ അതിൻ്റെ ക്രെഡിറ്റ്, നമുക്കൊരു വിജയം ഉണ്ടായതിൻ്റെ ക്രെഡിറ്റിനെ നമ്മൾ ഷെയർ ചെയ്യണം. ഇത് എൻ്റെ മാത്രം എടുക്കൊണ്ടല്ല. ഇപ്പം ഞാനൊരു വീട് വെച്ചു, നല്ലൊരു കല്യാണം കഴിച്ചു, ഒരു വീട് വെച്ചു. അപ്പം അത് ഞാൻ എന്തെല്ലാം പൈസ ഉണ്ടാക്കി ഇതെല്ലാം മേടിച്ചു. പക്ഷേ ഈ വീട് വെക്കുന്നതിൻ്റെ പുറയിൽ എത്രയോ പേരുടെ സഹായങ്ങളും ഹെൽപ്പുകളും എത്ര പേരുടെ ഇതിലാണ് എനിക്ക് മാത്രമായിട്ട് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ എൻ്റെ വിജയത്തിന് പലരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റിനെ ഞാൻ ഷെയർ ചെയ്യണം. ഈ ക്രെഡിറ്റിനെ ഷെയർ ചെയ്യുമ്പോഴോ ഞാൻ എൻ്റെ ഈഗോ അങ്ങോട്ട് എലിവേറ്റ് ആവത്തില്ല. അപ്പം എൻ്റെ ക്രെഡിറ്റ്, ഇപ്പം നമ്മൾ ഏത് ഒരു വിജയത്തിലും അല്ലെങ്കിൽ ലാഭത്തിലും അല്ലെങ്കിൽ മറ്റേ പറയുന്നേ ജയത്തിലും, ആ ജയത്തിനോ അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഈ സുഖം കിട്ടുന്ന ഏത് അനുഭവം വരുമ്പോഴും അത് എൻ്റെ മാത്രം എഫർട്ട് കൊണ്ടല്ല. ആ ക്രെഡിറ്റിനെ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അമിതമായ ഇതാവത്തില്ല. അപ്പം ഈ ക്രെഡിറ്റിനെ ഷെയർ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും കൊടുക്കുക ഞാൻ. അപ്പം അതിനൊരു ദുഃഖമാണ്, ഈ ഈഗോയ്ക്ക് ഒരു ദുഃഖമാണ്. ഈഗോ മാത്രമായിട്ട് എടുക്കുന്നില്ല. ഈഗോയെ നമ്മൾ അവിടെ സപ്രഷൻ അല്ലത് നമ്മൾ മേപ്പോട്ട് ഉയരാൻ വിടാതിരിക്കുമ്പോൾ ഈഗോയ്ക്ക് ദുഃഖം വരും. അതെന്നുവെച്ചാൽ നമ്മുടെ ആ വിജയത്തിനെ ആ സക്സസിനെ ഞാൻ ഷെയർ ചെയ്യാൻ പഠിക്കണം. ഇപ്പം നമ്മളെങ്ങനെയായി, നമുക്കൊരു വിജയം ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നേ? നമ്മളെല്ലാവരെയും വിളിച്ച് പാർട്ടി കൊടുക്കും, നമ്മുടെ സന്തോഷത്തിനെ ഷെയർ ചെയ്യും. നമുക്കത് കിട്ടി, സന്തോഷമാണ്, ഞാൻ നമ്മുടെ സന്തോഷത്തിനെയാണ് ഷെയർ ചെയ്യുന്നത്, അതിൻ്റെ ക്രെഡിറ്റിനെ അല്ല. ആ ക്രെഡിറ്റിനെ നമ്മൾ ഷെയർ ചെയ്യാൻ പഠിക്കണം. ഇതിൻ്റെ പുറയിൽ എത്ര പേരുടെ, എൻ്റെ മാത്രമല്ല, എത്ര പേരുടെ എഫർട്ട് ഉണ്ട്, അവരെല്ലാം ചേർന്നിട്ടാണ് എനിക്ക് സക്സസ് വന്നെന്നുള്ളൊരു ചിന്താഗതി വരുമ്പോൾ ഈ അഹന്ത എലിവേറ്റ് ആവത്തില്ല. ഈ അഹന്തയാണല്ലോ കൂടുതൽ മേപ്പോട്ട് പോകുന്നത്. അഹന്തയാണ്, അഭിമാനിക്കുവാണ്. അഭിമാനം ആരുടെയാ? അഹംഭാവത്തിൻ്റെ. എൻ്റെ മിടുക്ക് കൊണ്ടാണ്, എൻ്റെ ബുദ്ധി കൊണ്ടാണ്, ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ്, എൻ്റെ മാത്രം കോൺട്രിബ്യൂഷൻ ആണെന്നുള്ള രീതി വരുമ്പോൾ അവിടെ അമിതമായ സന്തോഷം അല്ലെങ്കിൽ ഒരു എലിവേഷൻ, അത് ആ ഈഗോയെ നമ്മൾ പതുക്കെ മാനേജ് ചെയ്യുന്നു ബൈ ഷെയറിങ് ദ ക്രെഡിറ്റ്. ഇതേപോലെ ദുഃഖം, ഈ ദുഃഖത്തിൽ നിന്ന് എങ്ങനെ നമ്മൾ അതിനെ സുഖമാക്കണം? ആ ദുഃഖത്തിനെ എങ്ങനെ സുഖമാക്കും? ഇപ്പൊ ഇന്ന് ഈ പറയുന്ന ദ്വന്ദ്ങ്ങൾ, ദുഃഖമായാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ തോൽവി ഉണ്ടാകും. ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ദുഃഖം വരാം. ഏതിലും അത് എന്തുകൊണ്ട് സംഭവിച്ചു? അപ്പം എനിക്ക് ഈ തെറ്റ് പറ്റി, എനിക്ക് ഈ പരാജയം പറ്റി, എനിക്ക് നഷ്ടമായി. അതിനകത്ത് ഇതിനെ അനലൈസ് ചെയ്യാൻ പഠിക്കണം. എപ്പോഴും നമ്മൾക്കൊന്ന് ആലോചിക്കുക, ഒരു കാര്യത്തിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നത്, ലേണിംഗ്, അത് നമുക്കൊരു സന്തോഷമാണ്. ഒരു കാര്യം പഠിച്ച് മനസ്സിലാക്കുന്നു, നമുക്ക് ദുഃഖമാണ് വരുന്നേ.
എന്ന് പറയുന്ന പോലെ എൻ്റെ ഈ പരാജയത്തിന് കാരണം, എൻ്റെ ഈ തോൽവിക്ക്, അല്ലെങ്കിൽ എൻ്റെ ഈ നഷ്ടമായതിന് കാരണം എൻ്റെ ഞാൻ അതിനെ അനലൈസ് ചെയ്യുമ്പോൾ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇത് സക്സസ് ആവാഞ്ഞത്. അപ്പം അതിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോഴേ ഞാൻ അതിൽ നിന്ന് പഠിക്കും. എനിക്ക് പറ്റിയ തെറ്റുകളിൽ നിന്ന് ഞാൻ പഠിക്കും. അതൊരു ലേണിംഗ് പ്രോസസ്സാണ്. അപ്പോൾ എൻ്റെ ആ വിഷമത്തിലോട്ട് ഞാൻ കുലം കുത്തി പോകത്തില്ല. അപ്പം നമ്മൾ സക്സസ് വരുമ്പോൾ ആ ക്രെഡിറ്റിനെ ഷെയർ ചെയ്യുകയും, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവം വരുമ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളൊരു അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു കഥ കേട്ടിട്ടുണ്ടല്ലോ, ഈ ബൾബ് കണ്ടുപിടിച്ചത്. അത് ശരിയായിട്ട് നടന്നതെന്നും അറിയത്തില്ല, അങ്ങനെ ഒരു ഇതില്ല. ഇങ്ങനെ പറയും, ബൾബ് കണ്ടുപിടിച്ചതിന് 1000 ഇല്ലയോ, അങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടോ? തോമസ് എഡിസന്റെ ഒരു 100 times അത് ഫെയിലിയറായി. ആ 1000 ടൈമിൽ 1000ാമത്തെ തവണയാണ് അത് സക്സസ് ആവുന്നത്. അപ്പം നമ്മൾ ഓരോ എഫർട്ട്, ഒരു കാര്യത്തിന് വേണ്ടി എഫർട്ട് ഇടുന്നു. നമുക്കത് ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ കൂടും, നിരാശ കൂടും. ഒന്നും ശരിയാവുന്നില്ല നമ്മളത്. പക്ഷെ ഓരോ തവണയും അങ്ങനെ വരുമ്പോഴേ ഇങ്ങനെ ചെയ്താലും അതെനിക്ക് സക്സസ് ആവത്തില്ല. ആ ബൾബ് കണ്ടുപിടിച്ചത്, ഈ പ്രോസസ്സിൽ കൂടെ ബൾബ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു, സക്സസ് ആയില്ല. ഇങ്ങനെ ചെയ്താൽ അത് കിട്ടത്തില്ല. അപ്പോൾ ഓരോ തവണയും ഞാൻ ലേൺ ചെയ്യാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡ് ആവുമ്പോഴേ നമുക്ക് നമ്മുടെ ആ വിഷമത്തിൽ, ദുഃഖത്തിൽ നിന്ന് നമുക്ക് അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ദുഃഖിക്കുകയല്ല, അതിൽ നിന്ന് ലേൺ ചെയ്യുക, അനുഭവത്തിൽ നിന്ന് പഠിക്കുകയാണ്. ഞാൻ പഠിക്കണം, എൻ്റെ തോൽവി എന്തുകൊണ്ട് അത് സംഭവിച്ചു, എന്തുകൊണ്ട് ഇത് വന്ന് പറയുമ്പോൾ ഈ എല്ലാ ആസ്പെക്റ്റിലും ഈ ഒരു ബാലൻസ്, അപ്പോഴാണ് എൻ്റെ മനസ്സ് അതിലോട്ട് അങ്ങ് ഇമ്മേഴ്സായി പോകത്തില്ല. സന്തോഷത്തിലും ഇമ്മേഴ്സായി പോകത്തില്ല, ദുഃഖത്തിലും ഇമ്മേഴ്സായി പോകത്തില്ല. എന്നാലോചിച്ച് നോക്കി, ക്രെഡിറ്റ് ഏതും സക്സസ് ആവുന്ന എന്തുകൊണ്ടാ? എഫർട്ട്. അത് എൻ്റെ മാത്രം, തീർച്ചയായിട്ടും ഏത് കാര്യവും ആയിക്കോട്ടെ, അതിന് എൻ്റെ മാത്രം എഫർട്ട് കൊണ്ട് നമുക്കൊരു സക്സസ് ഉണ്ടാവത്തില്ല. എത്രയോ പേരുടെ ഏത് ഫീൽഡിലായിക്കോട്ടെ, അതിന് പലരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. ആ ക്രെഡിറ്റിനെ നമ്മൾ ഷെയർ ചെയ്യാൻ പഠിക്കുമ്പോൾ നമ്മുടെ ഈഗോ എലിവേറ്റ് ആവത്തില്ല. ഇതേപോലെ നമുക്ക് എന്തെങ്കിലും ഫെയിലിയറോ ദുഃഖമോ പരാജയമോ ഒക്കെ സംഭവിക്കുമ്പോഴേ അതിൽ നിന്ന് ഞാൻ ലേൺ ചെയ്യാൻ പഠിക്കണം. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ലേൺ ചെയ്യാൻ പഠിക്കുമ്പോഴേ എന്തുകൊണ്ട് സംഭവിച്ചു അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇനി ഫ്യൂച്ചർ എങ്ങനെ ഉണ്ടാ, നമുക്ക് തന്നെ ഒരു സ്വസ്ഥത വരും. ഇങ്ങനെയാണ് ഇതിനെ ബാലൻസ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഈ ഫിലോസഫി മാത്രം പറഞ്ഞിട്ട് ഒക്കത്തില്ല. ഇതും പോവും, ഇതിനെ വിഷമിക്കുന്ന വെച്ചാൽ നമുക്ക് വിഷമമുണ്ട്, ഇതും പോകുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിഷമാവസ്ഥയാ. അല്ലെങ്കിൽ സുഖം വരുമ്പോൾ ഈ സുഖം നിൽക്കത്തില്ലെന്ന് വിചാരിച്ചാൽ കൂടി എനിക്ക് ആ സുഖത്തിൽ എൻ്റെ ഈഗോ ഇതാവും. അതിനൊരു പ്രോസസ്സ് നമ്മൾ കൊടുക്കണം. ഇത് നിങ്ങൾക്ക് എന്തോ തോന്നി ഈ ഒരു ആസ്പെക്ട് കേട്ടപ്പോഴേ? അന്ന് നമുക്ക് ഇത് പ്രാക്ടിക്കലാണോ ഇത്? ശശിക്ക് തോന്നുന്നുണ്ടല്ലോ അല്ലയോ? വേറെ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നില്ലയോ? എന്താ ബാക്കിയായിരുന്നു എന്താ മിണ്ടാത്തെ? തോന്നുന്നുണ്ട്. പിന്നെ ശരിയാണ്, അത് നമുക്ക് പാലിക്കാവുന്ന ഒരു കാര്യമാണത്. നമുക്ക് ശ്രമിക്കാവുന്ന ഒരു കാര്യമാണ്. എനിക്കിത് ആദ്യമായിട്ട് സാമജിയുടെ ഇതിൽ നിന്നാ കേട്ടത്. എനിക്കത് ചിന്തിച്ചപ്പോ എനിക്ക് വളരെ ശരിയാന്ന് തോന്നി. പക്ഷെ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് നമ്മളും ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നുണ്ട്. എന്നാലല്ലേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. അതെ. അല്ല ഇത് എനിക്ക് സംഭവിച്ചല്ലോ നമ്മൾ വിലപിക്കുന്നതിനെ കാട്ടിയല്ലേ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇല്ലയോ? അതെ, അങ്ങനെ ചിന്തിക്കുമ്പോ നമ്മൾക്ക് അത് ഒരു ആൻസർ കിട്ടും അതിന്. ശരിയാണ്. അങ്ങനെയാണ് എന്റെ മൈൻഡിനെ ബാലൻസ് ചെയ്യേണ്ടതെന്ന് സ്വാമിജി പറയുമായിരുന്നു. പിന്നെ വേറെ രീതിയോ ഹലോ, നമുക്ക് നമ്മൾ പറയുമല്ലോ സുഖവും ദുഃഖം. ഇപ്പം ജയം പരാജയം എന്നുള്ളതല്ല, സുഖം ദുഃഖം. ഇപ്പം ബാക്കിയുള്ളവര് നമ്മളോട് പെരുമാറുന്നത് സുഖവും ദുഃഖവും എല്ലാം എന്തെങ്കിലും നെഗറ്റീവ് ഇഫക്ട്സും ഒക്കെ വരുന്നത് നമ്മൾ തന്നെ ചെയ്തതിന്റെ കർമ്മഫലം തിരിച്ചു വരുന്നതാണെന്ന് ചിന്തിച്ചാലും നമുക്ക് ആർക്കോട്ടും ദേഷ്യവും വിഷമവും ഒന്ന് കുറച്ചുകൂടെ കുറയത്തില്ലേ? അതെ അതെ അതെ, അത് സത്യം. കാരണം ഈ നമ്മൾ ചെയ്ത അല്ല, നമ്മൾ ചെയ്തതിന്റെ തന്നെ ഒരു ഇഫക്റ്റ് ആണ് നമ്മൾ ഈ അനുഭവിക്കുന്ന സുഖവും ദുഃഖവും ഒക്കെ ഓർക്കുമ്പോൾ കുറച്ച് അങ്ങനെ ഓർത്താലും കുറച്ച് നമുക്ക് ക്ഷമിക്കാനുള്ള ഇത് വരും. എന്നിൽ നിന്ന് പോയതാണ് തിരിച്ചു വരുന്നത്. അതെ, അങ്ങനെ വിചാരിച്ചാലും കുറച്ച് നമുക്ക് സമാധാനം കിട്ടും. ആരുടെയും കുഴപ്പമല്ല, നമുക്ക് അനുഭവിക്കാനുള്ളതാണെന്ന് ഓർത്ത്
സമാധാനിക്കാൻ പറ്റും. പക്ഷേ പിന്നെ ഒരു കാര്യം അതിനകത്ത് നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത കാര്യങ്ങളിലാണ് പലപ്പോഴും നമുക്ക് ദുഃഖം വരുന്നത്. സുഖം നമ്മുടെ ഇതിൽ വരുന്നതായിരിക്കും, പക്ഷെ അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം. ഇതൊന്നും നമ്മൾ വിചാരിച്ചാൽ ഉണ്ടാവുന്ന കാര്യങ്ങളല്ല എന്ന് വിചാരിച്ചാലും അത് മാറ്റാൻ പറ്റും കുറെയൊക്കെ. അതെ, അതാണ് ഞാൻ വിചാരിച്ച എന്നിൽ സംഭവിച്ചതാണ് ഇങ്ങനെ. അതാണ് എൻ്റെ ഇതിനെ കർമ്മഫലത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നു ഇത്, ഈ എഫക്റ്റ്. അതെ, ആ ചിലപ്പോ മറ്റൊരാളിന്റെ കാര്യം കൊണ്ടായിരിക്കാം നമുക്ക് ഇത് വരുന്നത്. അപ്പൊ നമ്മുടെ തന്നെ പ്രവൃത്തി ആവണമെന്നില്ല. അങ്ങനെ പലതും വരും, അതെ, പല കാരണങ്ങൾ കൊണ്ടും ദുഃഖങ്ങൾ വരുമല്ലോ. അതാ പറഞ്ഞ ഈ ദുഃഖം വരുന്നതിനെ ഒന്ന് അനലൈസ് ചെയ്യണം. അതെ, നമ്മൾ അതിൽ നിന്ന് പഠിക്കണം. അതൊരു ലേണിംഗ് പ്രോസസ്സാ. ഞാൻ അതിനെ അനലൈസ് ചെയ്തപ്പോൾ എൻ്റെ പ്രശ്നമല്ല. പിന്നെ ഇപ്പം എപ്പോഴും നമുക്കിത് വരുമ്പോൾ എന്താ, എന്തൊക്കെ പരാജയമോ എന്തെങ്കിലും വരുമ്പോൾ നമ്മളുടെ ഈഗോ എങ്ങനെ ടെൻഡൻസി മറ്റുള്ളവരിലോട്ട് പഴിചാരാൻ ശ്രമിക്കും. ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് അവരാണ് അങ്ങനെ ചെയ്തത്. ഇപ്പം ഞാൻ സേഫർ സൈഡിലോട്ട് മാറും. ഇതിലും നമുക്ക് പഠിക്കാൻ ഈ ലേണിംഗ് പ്രോസസ്സ് നടക്കത്തില്ല. ലേൺ ചെയ്യുന്ന എപ്പോഴും നമുക്കൊരു ഹാപ്പിനെസ്സാണ്, സന്തോഷം. അതിനകത്ത് ദുഃഖമല്ല. ഒരു കാര്യം പഠിച്ച് മനസ്സിലാക്കുമ്പോഴോ നമുക്കതൊരു സുഖമാണ് കിട്ടുന്നത്, ഒരു സന്തോഷമാണ് വരുന്നത്. ഏത് കാര്യവും നമുക്കൊരു കാര്യം അറിയാതെ ഒരു കാര്യം മനസ്സിലാകുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് ഒരു എക്സാമിനേഷന് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അയ്യോ അതെങ്ങനെ എത്ര മനസ്സിലായി, അതൊരാൾ വന്നതാണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് ഇപ്പം മനസ്സിലായി. ആ മനസ്സിലാകുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അതേസമയത്ത് മനസ്സിലാകാതിരിക്കുമ്പോഴോ എനിക്ക് ദുഃഖമാണ്. അപ്പോൾ ലേണിംഗ് പ്രോസസ്സ് ആൾവേസ് എപ്പോഴും ഒരു സുഖത്തെയാണ് നമുക്ക് തരുന്നത്. അപ്പം ആ ദുഃഖാവസ്ഥയിൽ എനിക്ക് ആ ദുഃഖത്തിന് പരിചരുന്നത് ചിലപ്പോൾ എൻ്റെ തെറ്റുണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റുണ്ടാകാം. അപ്പം ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോഴോ അതാ ഒരു അനാലിസിസ് നടക്കണം അവിടെ. ഈ സുഖം വരുമ്പോഴോ അത് ഞാൻ ഈഗോ കയറി ക്ലെയിം ചെയ്യും. എപ്പോഴും നമ്മുടെ ഈഗോയുടെ ടെൻഡൻസി നല്ലത് വിജയത്തിന് അത് എൻ്റെ മിടുക്കുണ്ട്. നമ്മൾ യൂഷ്വലായിട്ട് പറയുന്നില്ലയോ എന്തെങ്കിലുമൊക്കെ സാധനം, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലയോ, എപ്പോഴും ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്. എന്തെങ്കിലും ഇതായിട്ട് സംഭവിച്ചാലോ നമ്മൾ പതുക്കെ അതിനകത്ത് നിന്ന് മാറാൻ നോക്കും. നമ്മുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ, എൻ്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് ആ ഫെയിലിയർ സംഭവിച്ചെങ്കിൽ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഇരുന്നുകൊണ്ട് എനിക്കങ്ങനെ ഞാൻ പറഞ്ഞു പോയതാ. അല്ല, അതിനെ ജസ്റ്റിഫൈ ചെയ്യും. ജസ്റ്റിഫിക്കേഷൻ ഒരിക്കലും പോസിറ്റീവ് അല്ല. നമ്മൾ എങ്ങനെ അതിൻ്റെ അനാലിസിസ് ആണ്, അതാണ് വിവേകം. നമ്മൾ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു, എൻ്റെ മിസ്റ്റേക്കാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം, അത് അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ പല വഴക്കുകളും നമുക്ക് മാറ്റാൻ പഴയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. സോ നമ്മൾ ക്ഷമയോടെ ചിന്തിച്ച് നോക്കണം നമ്മൾ. പക്ഷെ എടുപിടിന്നുള്ള വരുമ്പോഴാ ഓരോ കാര്യങ്ങളും ഈ എമോഷൻസിൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കുമ്പോഴാണ് അത് കുളവായിട്ട് മാറുന്നത്. അതേ സമയത്ത് എമോഷൻസ് അല്ലാതെ ഈ എമോഷൻസിനെ മാനേജ് ചെയ്യാൻ പഠിക്കും. നമ്മൾ ഈ ഒരു പ്രോസസ്സ് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ എമോഷൻസ് മേപ്പോട്ട് ഇതാവത്ത് നമ്മൾ എമോഷൻസ് മാനേജ് ചെയ്യപ്പെടും. സപ്രഷൻ അല്ല, മാനേജ് ചെയ്യപ്പെടും. അപ്പം നമുക്ക് ഡയറക്ഷൻ കിട്ടും. അപ്പം ഇതിനെയാണ് നമ്മൾ പറയുന്നത് ബാലൻസ്. ഇവിടാണ് നമ്മൾ ഈ വിവേകത്തിലാണ് ബാലൻസ്. വികാരത്തിൽ ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ദേഷ്യത്തിലിരിക്കുക, ആ ദേഷ്യം ഉടനെ എനിക്ക് സന്തോഷിക്കാൻ, ആ ദേഷ്യാവസ്ഥയിൽ എനിക്ക് സന്തോഷിക്കാൻ ഒക്കത്തില്ല. ആ ദേഷ്യത്തിനെ മിനിമൈസ് ചെയ്യുന്നത് എങ്ങനെയാ? ഞാൻ മറ്റുള്ള കാര്യങ്ങളുടെ രീതിയിലോട്ട് ചിന്ത പോകുമ്പോൾ ഈ വികാരത്തിൽ മാത്രം ഇരുന്നാൽ എനിക്കത് അടങ്ങത്തില്ല. അപ്പോൾ ആ വികാരത്തിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത് വേറെ പ്രോസസ്സ് ചെയ്യുമ്പോഴേ അതിനെ പറഞ്ഞേ ഒരു പോസ് കൊടുക്കണം. നമുക്ക് ഏതുണ്ടാകുമ്പോഴും ഒരു പോസ്, ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യരുത്, നെക്സ്റ്റ് മൊമെന്റിൽ ആക്ട് ചെയ്യരുത്. ഒരു പോസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ടൈം ഗ്യാപ്പില്ല. അപ്പോഴത്തേക്കും വികാരം എനിക്ക് എന്തെങ്കിലും വരുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു, എനിക്ക് ഇറിറ്റേഷൻ വരുന്നു, അല്ലെങ്കിൽ എനിക്ക് ദുഃഖം വരുന്നു, ആ ഐഡന്റിഫിക്കേഷൻ. അപ്പം നമ്മൾ കണ്ടിട്ടില്ലയോ, ഏതൊരു സിനിമയിലുണ്ടല്ലോ ഇങ്ങനെ ബോസിൻ്റെ ഒക്കെ ദേഷ്യപ്പെടുമ്പോഴേ ബാത്റൂമിൽ പോയി ഇങ്ങനെയൊക്കെ ചിലത് കാണിച്ചിട്ട് വെളിയിൽ വരും. സോ അതിനെ ആ എമോഷൻസിനെയൊക്കെ ഒന്ന് മാറ്റി. ഏതോ ഒരു സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലയോ, ഈ ബോസിൻ്റെ ഒക്കെ എൻ്റെ വരുമ്പോൾ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് വന്നിങ്ങനെ ആ ബോസ് ഒരു അൺറീസണബിളായിട്ട് ദേഷ്യപ്പെടും. അപ്പൊ അവരോടുള്ള ദേഷ്യം നേരിട്ട് കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ യെസ് ബോസ് എന്നുള്ള സിനിമയില് ആ ഒരു മൈ ബോസ് യെസ് ബോസ് അല്ല മൈ ബോസ്, അതിനകത്ത്
അതിനെ ഒന്ന് സപ്രഷൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമുക്ക് സ്ട്രെസ് കൂടും. അതേസമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ എന്ന് പറയാൻ ഒരു വിധം കാണിച്ചതേ ഉള്ളൂ. ഇത് നമ്മൾ തന്നെ മാനേജ് ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഈ മാനേജരിക്കൽ ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ ഗീതയെ കൂടെ നേടുന്നത്. അല്ലെങ്കിലോ നമ്മുടെ ഇതിനെ ഒന്നും ഓർക്കുന്നില്ല, കോമൺ സെൻസ് കൂടെ വിട്ടത് നമ്മൾ ഒരു വികാരത്തിന് അടിമയായി പോകും. ആ സമയത്ത് എനിക്ക് അപ്പം ഒന്നും തോന്നിയില്ല, അങ്ങ് ചെയ്തു പോയി പറയുന്നില്ല, നമ്മൾ പിന്നെ റിപ്പൻറ്റ് ചെയ്യും. അപ്പൊ ഇതിനെ നമ്മൾ ബാലൻസിങ് ചെയ്യുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ശരിക്കും സൂക്ഷ്മമായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ പ്രോസസ് നമുക്ക് പിടികിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഏത് കാര്യത്തിനെ കുറിച്ച് ഈ ഗീത നമ്മളെ ഉണ്ടാക്കിയെടുക്കുന്ന ഇതാണ്. നമ്മുടെ ഈ ഒരു ഗുണങ്ങൾ നമ്മൾ ആക്റ്റീവായിട്ട് വരും. അപ്പം നമ്മൾ ഇത് ഓരോന്നിനെയും മാനേജ് ചെയ്യാൻ, നല്ല എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വാസനയ്ക്ക് അടിമപ്പെട്ട് എനിക്കിങ്ങനെ ഒരു ഫാക്ട് ഉണ്ടെന്ന്, ഇങ്ങനെയുള്ള സത്യങ്ങളുണ്ടെന്ന് ഞാൻ അറിയുന്നതേ ഇല്ലല്ലോ. അപ്പം ഞാൻ തന്നെ നമുക്കറിയാം, ഇതൊക്കെ ഗീത വായിക്കുന്നവരെ ഈ ഗീതയിൽ ഇതൊന്നും നമ്മുടെ കോമൺ സെൻസിൽ കിട്ടുന്ന കാര്യമേ അല്ല. നമ്മൾ എത്ര പഠിച്ചാലും എത്ര അനുഭവങ്ങളുണ്ടെങ്കിലും കുറേ സദാചാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ഷമയുടെയൊക്കെ പറയുന്നല്ലാതെ ഈ സത്യങ്ങളെ നമ്മൾ തിരിച്ചറിയത്തില്ല നമ്മുടെ കോമൺ സെൻസിൽ കൂടെ. അപ്പം നമ്മൾ ഇതിന് എല്ലാത്തിനെയും സൂക്ഷ്മമായിട്ട് കാണാൻ ശ്രമിക്കണം. എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ വെളിയിലോട്ടല്ല ഞാൻ എൻ്റെ ശരീരവും വെളിയിലോട്ടുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. എൻ്റെ ഉള്ളിലോട്ട് എൻ്റെ മനസ്സിന് എന്ത് സംഭവിക്കുന്നു, ഞാനിപ്പോൾ എന്തോ ഈ സ്റ്റേറ്റിലോട്ട് ആകുകയാണ്, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ നമ്മൾ അനലൈസ് ചെയ്യാൻ പഠിക്കണം. അതാ സ്കാനിങ് എന്ന് പറഞ്ഞ് നമ്മളുടെ ഉള്ളിൽ എന്ത് നടക്കുന്നു, എനിക്ക് എന്താണ് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കിട്ടും എല്ലാ ആൻസറും. നമ്മൾ ആരുടെയൊക്കെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പോയി പറഞ്ഞ് അങ്ങനെ വിചാരിക്കരുത്. അപ്പോഴത്തേക്കൊരു സമാനം കിട്ടുന്നല്ലാതെ അതിന് ഇരട്ടി പ്രശ്നങ്ങളായിട്ട് ചിലപ്പം വരും. അവർ വേറെ പലരുടെയൊക്കെ നമുക്ക് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മളിൽ തന്നെ ഒരു ഈശ്വരനുണ്ട്, ഒരു കൃഷ്ണനുണ്ട്. അത് വിവേക രൂപത്തിലാണ്. ഈ വികാരത്തിലിരുമ്പോൾ അത് കിട്ടത്തില്ല. ഈ ഒരു സത്യത്തിനെ നമ്മൾ തിരിച്ചറിയുക. നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു ഈശ്വരനുണ്ട്. ഒരു അമ്പലത്തിലും പോയി അത് നമ്മുടെ പഴക്കമായി പോയി. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എവിടെയെങ്കിലും വഴിപാട് നേരും, ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ നടക്കത്തില്ല. 100% നടക്കുന്ന ആർക്കും ഗ്യാരണ്ടി ഇല്ലല്ലോ. പക്ഷെ എന്നാലും നമ്മൾ വഴിപാട് നേരും. ചിലപ്പോൾ നടക്കുമ്പോൾ ഒരു ആശ്വാസം, പറ്റിയില്ലെങ്കിൽ അത് പോട്ടെ, അടുത്ത പ്രശ്നം വരുമ്പോൾ അടുത്ത വഴിപാട് വെക്കും. അല്ലെങ്കിൽ വേറൊരു അമ്പലത്തിൽ, കുറച്ചുകൂടി ശക്തിയുള്ള അമ്പലത്തിൽ. നമ്മളിങ്ങനെ വെളിയിലോട്ടാണ് എല്ലാം പരതി നടക്കുന്നത്, പക്ഷെ ഉള്ളിലോട്ടാണ് പോകേണ്ടത്. നമ്മുടെ ഈ ശക്തിയാണ് എന്നെ നിലനിർത്തുന്നതും ഈ ശക്തിയിലാണ് എൻ്റെ സുഖാനുഭവങ്ങളും ദുഃഖാനുഭവങ്ങളും എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഈ ഈശ്വരൻ എന്നിൽ വിവേക രൂപത്തിലായിരിക്കുന്നത്. ഈ ഈശ്വരൻ്റെ ചൈതന്യത്തിലാണ് എനിക്ക് ഓരോ കാര്യങ്ങളും അറിയാൻ പറ്റുന്നത്. ഞാൻ കണ്ണടച്ചാലും എനിക്ക് എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതിൻ്റെ നമ്മൾ വെളിയിലുള്ള കാര്യങ്ങൾ എങ്ങനെ അറിയുന്നു? സൂര്യപ്രകാശത്തിൻ്റെ കോസ്മിക് എനർജിയിലാണ് നമ്മൾ അറിയുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ നടക്കുന്നത് നമ്മൾ എങ്ങനെ അറിയുന്നു? ഈ ആത്മചൈതന്യത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളെല്ലാം അറിയുന്നത്. ആത്മചൈതന്യം ഇല്ലെങ്കിലോ എനിക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ? പിന്നെ ശവമായി കഴിഞ്ഞു. നമ്മളുടെ ഉള്ളിൽ ആ ഈശ്വരൻ പ്രകാശിക്കുന്നുണ്ട്. ഈ സത്യങ്ങളെ നമ്മൾ തിരിച്ചറിയുക. സത്യങ്ങളുമായിട്ട് എപ്പോഴും നമ്മൾ അലൈനായിട്ട് പോയിക്കൊണ്ടിരുന്നാൽ നമ്മളിപ്പോൾ യൂഷ്വലായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് എന്തുവാ? ഈശ്വരഭക്തി എന്ന് പറഞ്ഞാൽ രാവിലെയും അല്ലെങ്കിൽ വൈകുന്നേരവും ഈ 2 ടൈമിലായിട്ട് ഒതുങ്ങുകയാണ്. ബാക്കിയുള്ള സമയത്തെല്ലാം നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മുഴുകിയിരിക്കുക. ഒരു കാര്യമില്ലെങ്കിൽ തന്നെയും ഈ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുമോ? മറ്റുള്ള ലോകകാര്യങ്ങളും മറ്റേ ന്യൂസുകളും മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങളും മറ്റു വീട്ടിലെ പ്രശ്നങ്ങളും വിളക്കെത്തിക്കുന്ന വൈകുന്നേരം കുളിക്കുമ്പോൾ വിളക്കെത്തിക്കുന്ന സമയത്ത് ദൈവമേ ഈശ്വര അരുതാത്തൊന്നും സംഭവിക്കരുത്, നല്ലതൊക്കെ നല്ലതായിട്ട് നടക്കണം. ഈ രീതിയിലാണ് നമ്മുടെ ഭക്തി ഇരിക്കുന്നത്. പക്ഷെ ഭക്തി ഇങ്ങനെയല്ല വേണ്ടത്. സമർപ്പണമാണ് ഭക്തി. നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഈശ്വരനിലാണ് ഞാൻ ചെയ്ത് കൂട്ടുന്നത്. അപ്പൊ ഈ ഒരു സാക്ഷിഭാവമുണ്ട്. നമ്മൾ ഈ ഈശ്വരനെ ഉള്ളി വെച്ചിട്ട് വേണ്ടാത്തതെല്ലാം ചെയ്തു കൂട്ടുമ്പോഴേ മൗനത്തിലിരുന്ന് അതിങ്ങനെ ദുഃഖിക്കുക. നമ്മുടെ ആത്മാവ് ദുഃഖിക്കും. സാക്ഷിഭാവത്തിൽ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മളിൽ നിന്ന് ആ ഡയറക്ഷൻ നീ ചെയ്ത് മനസാക്ഷി കുത്തും. മനസാക്ഷി പറഞ്ഞ് ദൈവമാണ് ഈ നമ്മളെ തിരിച്ചു വന്ന് നീ ചെയ്ത് തെറ്റായിപ്പോയി. നമ്മളിൽ ഒരു അത് കിട്ടും നമുക്ക് ഡയറക്ഷൻ. എല്ലാവരുടെ മനസ്സിലും അതുണ്ട്. ഈ മനസാക്ഷി എന്ന് പറഞ്ഞ ഈ ചൈതന്യമാണ്. നമ്മൾ അറിയുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ഏതോ അമ്പലങ്ങളിൽ ഇരിക്കുന്ന അയ്യപ്പനോ ഗുരുവായൂരപ്പനോ ദേവിയോ മുരുകനോ ഗണപതിയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ ഒരു പവറാണത്, കോൺഷ്യസ് പവർ, ബോധശക്തിയാണത്. ഈശ്വരൻ ബോധശക്തിയാണ്. ഈ സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി എങ്ങനെ ഞാൻ എൻ്റെ കർമ്മങ്ങളെ ധർമ്മത്തിൽ കൊണ്ടുപോകാം
എൻ്റെ കർമ്മങ്ങളെ ഞാൻ ഡെയിലി ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും എങ്ങനെ ധർമ്മത്തിൽ ചെയ്യണം എന്നുള്ള ഒരു വിവരം കിട്ടുന്ന ഇതിൽ കൂടെ, ഈ ഒരു പ്രോസസ്സിൽ കൂടെ പോകുമ്പോൾ ഞാൻ സമർപ്പണ ബുദ്ധിയിൽ, സൂക്ഷ്മ ബുദ്ധിയിൽ ഇതിനെ ചിന്തിക്കുക. ശരി, ഇനി സമയം തീരാറായി. ബാക്കി അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അത് ഈ ഒരു ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പം ഇതാണ് നമ്മുടെ ഈ ബാലൻസിങ് തുടങ്ങുകയാണ് ഇവിടെ. സമചിത്തതയുടെ കാര്യങ്ങൾ പറയുകയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ സ്ഥിതപ്രജ്ഞന്റെ കാര്യം വരും. സ്ഥിതപ്രജ്ഞൻ ഇതിലാണ് നമ്മൾ ബാലൻസിങ്, സമചിത്തത കൈവരിക്കുന്നതിനുള്ള ആദ്യത്തെ ശ്ലോകം തുടങ്ങുകയാണത്. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് ചിന്തിക്കണം. ഈ കാര്യങ്ങൾ ശരിക്കും വായിക്കുക, ശരിക്ക് ചിന്തിക്കുക, മനനം ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇനി 2-3 മിനിറ്റ്. മിനി ചുമച്ചില്ലയോ? ചുമച്ചേനെ ഒരു സ്പൂൺ പിന്നെ തേനിട്ട് കുരുമുളക് പൊടി ഇട്ടങ്ങ് കുടിച്ചാൽ മതി. ഞാൻ മാമയൊക്കെ എങ്ങനെയാ ഈ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ചുമക്കുമ്പോഴേ ഒരു സ്പൂൺ തേനിനകത്തൊടിച്ച് കുരുമുളക് പൊടി ഇട്ടങ്ങ് വായിക്കൊണ്ടാ മതി കേട്ടോ. ഇത്രയും നേരം പറഞ്ഞിട്ട് ഗീചി മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നതാ മിനിച്ചോട് ചുമയെ കുറിച്ച് പറയണം എന്നുള്ളതാ. ശ്രദ്ധയില്ല, ശ്രദ്ധയില്ല. ഇതാണോ ശ്രദ്ധ? ഞാൻ പറയാൻ വന്നതേ, ശ്രീകൃഷ്ണൻ ഈ സുഖദുഃഖങ്ങളെ ഫേസ് ചെയ്തത് ഓർത്താൽ അതാണ് സമചിത്തത എന്ന് പറയുന്നത് അല്ലേ? അതെ അതെ, ഇങ്ങനെ അടങ്ങിയിരിക്കുമായിരുന്നു ഇങ്ങനെ. എപ്പ ഇത് ഇല്ലയോ, പിന്നെ ഫോൺ ചെയ്ത് പറയാമല്ലോ. ഇപ്പൊ നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞു. ചുമച്ചോണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചുമ കിട്ടുമ്പോ വല്ലാതെ തോന്നിയത് ഞാൻ പറഞ്ഞു ചുമച്ചുമ്പോ ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അതെ, ശരിയാ, പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഇതിനകത്ത് പറയുന്നുണ്ട് ഇനി വേറെ ക്വാളിറ്റി വരുന്നുണ്ട്, ശ്രദ്ധ. ശ്രദ്ധ എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമല്ലത്. നമ്മൾ ഇതിനെല്ലാം വെറും വേടുകളായിട്ട് കരുതിയാൽ പോരാ. ഇപ്പം ഈ സത്യസായി ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഈ സത്യസായി ഭഗവാന്റെ പ്രഭാഷണം കഴിയുമ്പോഴേ അതുവരെ എല്ലാവരും അങ്ങോട്ട് കഴിഞ്ഞാൽ വേറെ സംസാരിക്കുന്ന, വേറെ അവിടെ എന്തോ ഇവിടെ എന്തോ എല്ലാം ബഹളമാ. പിന്നെ ഈ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് നമ്മൾ സീരിയസ് ആയിട്ട് ഉൾക്കൊള്ളുന്നില്ല. അത് സത്യമാ. ശ്രദ്ധ വേണം. ഈ ഗേജിജി മിനിച്ചയുടെ ചുമയുടെ കാര്യം പറഞ്ഞ് തെറ്റെന്നല്ല, അത് പറയാം. പക്ഷേ നമ്മൾ ഇപ്പൊ വേറൊരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പം മനസ്സ് പോയത് വേറെ, അത് പറയണം എന്നുള്ളതില്ല. ശ്രദ്ധ വേണം. നമ്മുടെ അതിനാ ഫോക്കസ് എന്ന് പറയും നമ്മൾ. ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, എനിക്ക് നല്ല മനസ്സിലായി. പക്ഷേ ഇത് തോന്നി അത്രയൊക്കെ പറഞ്ഞത് പിന്നെ അങ്ങ് മറക്കും. ശരി, നമുക്ക് നാളെ